അപ്പോൾ ഉസൂൽ ഫിഖിൻ്റെ താരീഫ് നമ്മൾ പറഞ്ഞത് ദലാൽ ഫിഖിൽ ഇജ്മാലിയത്ത്. ഇതാണ് മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല പ്രിഫർ ചെയ്യുന്ന ഏറ്റവും പ്രബലമാക്കുന്ന താരീഫ്. താരീഫിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളുണ്ടാവുമല്ലോ. അതിൽ മുസന്നിഫിൻ്റെ അഭിപ്രായത്തിൽ ഇത്രയേ ഉള്ളൂ താരീഫ്. ഇതിൽ കൂടുതൽ താരീഫ് പറയേണ്ട കാര്യം ഇല്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ഖീല പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഖീല എന്ന് പറയുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്കായി ഈ പറയപ്പെട്ട അഭിപ്രായം. മനസ്സിലായില്ലേ? ഉസൂലുൽ ഫിഖ് മാരിഫത്തുഹാ എന്നൊരു ഖീലയുണ്ട്. അതായത് ദലായിൽ ഫിഖ് ഇജ്മാലിയ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, മാരിഫത്തു ദലായിൽ ഫിഖ് ഇജ്മാലിയ എന്ന് പറഞ്ഞോന്നു. മാരിഫത്ത് എന്ന വാക്ക് ചേർത്ത് പറയണമെന്ന്. മനസ്സിലായില്ലേ? അത് അങ്ങനെ അഭിപ്രായപ്പെട്ട ചില ഉലമാക്കൾ ഉണ്ട് കേട്ടോ. അപ്പം ദലായിൽ ഫിഖ് ഇജ്മാലിയ എന്ന് മാത്രമല്ല പറയേണ്ടത്, മാരിഫത്തു ദലായിൽ ഫിഖ് ഇജ്മാലിയ, ഇജ്മാലിയ ഫിഖിൻ്റെ തെളിവുകളെ അറിയലാണ് എന്ത് ഉസൂൽ ഫിഖ് എന്നാണ് ഇവരുടെ നിലപാട് കേട്ടോ. ഐ മാരിഫത്തു ദലായിൽ ഫിഖ് ഇജ്മാലിയത്തി, ഇജ്മാലിയായ പൊതുവായ ഫിഖിൻ്റെ തെളിവുകളെ അറിയലാണ് ഉസൂൽ ഫിഖ്. വറജഹ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി എന്ത് ചെയ്തു? റാജിയായി റജഹൽ മുസന്നിഫ്, മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി എന്ത് ചെയ്തു? റാജിയാക്കി അൽ ഔവല, ആദ്യം പറഞ്ഞ ആ ഉസൂൽ ഫിഖിൻ്റെ താരീഫിനെ, അതായത് ദലായിൽ ഫിഖ് ഇജ്മാലിയത്ത് എന്ന താരീഫിനെ റാജിയാക്കി. റാജിയാക്കാനുള്ള കാരണം പറയാണ് ആര്? ഷാരി മഹലിമ റഹ്മത്തുള്ളാഹി തആല അലൈഹി ബി അന്നഹു അഖറബു ഇലൽ മദ്ലൂലി, കാരണം നിശ്ചയമായും ആ പറഞ്ഞ താരീഫ് എന്താണ്? അഖറബു, അത് അടുത്തതാണ്, ഇലൽ മദ്ലൂലി എന്താണ്? അർത്ഥത്തിലേക്ക് കൂടുതൽ അടുത്താണ്. അർത്ഥത്തിലേക്ക് കൂടുതൽ അടുത്താണ്. അർത്ഥത്തിലേക്ക് കൂടുതൽ അടുത്താണ് ലുഗത്തൻ, ഭാഷാപരമായിട്ട് അർത്ഥത്തിലേക്ക് കൂടുതൽ അടുത്താണ്. അപ്പോൾ ഒരു സാധനത്തിന് താരീഫ് എന്ന് പറഞ്ഞാൽ ആ സാധനം മുസമ്മ, പേര് പറയപ്പെട്ട സാധനം. താരീഫ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ, നിർവചനം, അതെന്താണെന്ന് വ്യക്തമാക്കുന്നത്. അപ്പോൾ ആ സാധനത്തിൻ്റെ പേരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതിൽ താരീഫ് പറയുക എന്നുള്ള നിലപാടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഉസൂലുൽ ഫിഖ് എന്ന ഈ താരീഫ്, ഈ പഞ്ഞിൻ്റെ പേര്, ഈ വിഷയത്തിൻ്റെ പേര് ഫിഖിൻ്റെ തെളിവുകൾ നമുക്ക് എന്താണ് ചെയ്യാം, അതിനൊരു ഒരു ലഫ്ളർത്ഥം പറയാം അല്ലേ, ഉസൂൽ ഫിഖ്. അപ്പം ഫിഖിൻ്റെ തെളിവുകൾ എന്ന് പറയുന്ന വിജ്ഞാനശാഖ. അപ്പോൾ അത് പറയും ഉസൂലുൽ ഫിഖ്, ഫിഖിൻ്റെ തെളിവുകൾ വിജ്ഞാനശാഖ. ദലായിലുൽ ഫിഖ് അർത്ഥവയ്പ്പാണ്. ഫിഖിൻ്റെ ഇജ്മാലിയ തെളിവുകളാവുന്നത് ഉസൂൽ ഫിഖ്. മനസ്സിലായില്ലേ? അപ്പോൾ ഉസൂൽ ഫിഖ് എന്നുള്ള ആ പേരിൻ്റെ അർത്ഥത്തോട്, അതിൻ്റെ അർത്ഥമാണ് മദുലൂല്, മനസ്സിലായില്ലേ? ആ അർത്ഥത്തോട് അക്രബായി ചേർന്ന് നിൽക്കുന്ന ഡെഫിനിഷനാണ് എന്ത്? ദലാൽ ഫിഖിലാണ്. അപ്പം പിന്നെ എന്ത് കയറേണ്ട ആവശ്യമില്ല, മാരിഫത്ത് കയറേണ്ട ആവശ്യമില്ല എന്നാണ് ആരുടെ നിലപാട്? മുസന്നിഫിൻ്റെ നിലപാട്. കീലക്കാർ പറയുന്ന മാരിഫത്ത് വേണോ? റജാൽ മുസന്നിഫു അല്ല പോലെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല ആദ്യത്തേതിനെ എന്ത് ചെയ്തു? റാജിയാക്കി, മികച്ചതാക്കി. ഈ അന്നഹു, കാരണം നിശ്ചയമായും ആദ്യത്തേത് അഖറബു ഇലൽ മദ്ലൂലി, അർത്ഥത്തിലേക്ക് കൂടുതൽ അടുത്തതാണ് ലുഗത്തൻ, ഭാഷാപരമായിട്ട്. ഇത് കാരണം അൽ ഉസൂൽ, ഉസൂൽ ഫിഖിലെ അൽ ഉസൂൽ എന്നുള്ള വാക്ക് അതാവുന്നത് ലുഗത്തൻ, ഭാഷാപരമായി ഉസൂലിൻ്റെ അർത്ഥം എന്താ? അൽ അദില്ലത്തു, എന്നർത്ഥം തെളിവുകൾ എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ ഉസൂൽ ഫിഖിൻ്റെ തെളിവുകൾ എന്ന് തന്നെ ലുഗത്തർത്ഥം വരുന്നു. കമാഫി താരീഫി ജമീഇഹിം, ഉലമാക്കളുടെ മുഴുവൻ പേരുടെയും താരീഫിലുള്ളതുപോലെ അൽ ഫിഖ്ഹ, ഇതിനെക്കുറിച്ച് തരീഫ ഫിഖിൻ്റെ താരീഫ്. ഫിഖ് ഉണ്ടല്ലോ, പത്തുലുമീൻ പോലത്തെ പോലത്തെ ഫിഖിനെ എത്താറുണ്ടല്ലോ. ഇപ്പോൾ ഫിഖ് എന്നുള്ള ആ വിജ്ഞാനശാഖകളുടെ താരീഫ് എന്താ? ബിൽ ഇൽമിൽ ബിൽ അഹ്കാമി എന്ന് പറയുന്ന താരീഫാണ്. അൽ ഫിഖു അൽ ഇൽമു ബിൽ അഹ്കാമി ശരീഅത്തി മുഖ്തസിബ് എന്ന് പറഞ്ഞാൽ പോണേ. മനസ്സിലായില്ലേ? മുഖ്തസിബത്ത് അതിലെത്തിയ തഫ്സീരിയ എന്ന് പറഞ്ഞാൽ പോണേ. മനസ്സിലായില്ലേ? അപ്പോൾ തഫ്സീലിയായ തെളിവുകളിൽ നിന്നും പ്രയത്നിച്ചെടുക്കപ്പെടുന്ന, ഇസ്തിംബാത്ത് ചെയ്തെടുക്കപ്പെടുന്ന ശരീഅത്തിൻ്റെ ഹുക്കുമുകളെക്കുറിച്ചുള്ള അറിവിനാണെന്ന് പറയുക ഫിഖ് എന്ന് പറയും. അവിടെ അറിവ് പറയേണ്ടത്. അൽ ഫിഖുവിൻ്റെ അർത്ഥം എന്താ? ഫിഖ് എന്ന് വെച്ചാൽ അതെന്താ? അറിവെന്ന് പറഞ്ഞു. അറിവ് മനസ്സിലാക്കുക, ഗ്രഹിക്കുക എന്നൊക്കെ അതിൻ്റെ അർത്ഥം ഫിഖ്. അപ്പോൾ അതിനെ കാര്യം പറഞ്ഞു അൽ ഫിഖു അല്ലിൽ കണ്ടോ, അൽ ഫിഖു അല്ലിൽ. അപ്പോൾ ഫിഖ് എന്ന പദത്തോടെ അർത്ഥത്തോട് യോജിച്ച് നൽകാൻ താരീഫ് സ്റ്റാർട്ട് ചെയ്തു. അല്ലിൽ അറിയലാണ്. എന്താ? ബിൽ അഹ്കാമി, എന്തുകൊണ്ട്? ഹുക്കുമുകളെ കൊണ്ട് അറിയലാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ അതിനെ എല്ലാവരും പറഞ്ഞേക്കണം. എല്ലാവരും ഫിഖിന് താരീഫ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പം അതിനോട് യോജിച്ചിട്ട് അതിനോട് അതുപോലെ പറയുകയാണെങ്കിൽ അതിൻ്റെ താരീഫ് ഉസൂൽ ഫിഖിന് താരീഫ് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി ഉസൂലുൽ ഫിഖ് ദലാൽ ഫിഖ് ഇജ്മാലിയത്ത് എന്ന് പറയുന്നത് എന്നാണ് ഷാരി പറയുന്നത്. കമാഫി താരീഫി ജമീഇഹിം, ഉലമാക്കളുടെ മുഴുവൻ പേരുടെയും താരീഫിലുള്ളതുപോലെ അൽ ഫിഖ് ഫിഖാവുന്നു. എന്താണ് പറഞ്ഞ? ഫിഖാവുന്നു ബിൽ ഇൽം, എന്താണ്? അറിവാണ്. ബിൽ അഹ്കാം, എന്തുകൊണ്ട്?
ഹുക്കുമുകളെ കൊണ്ടുള്ള അറിവാണ് എന്നതുകൊണ്ട് ഉലമാക്കളല്ല ഫിഖ്ഹിന് തരീവ് പറഞ്ഞതുപോലെ ആ നിലപാട് സ്വീകരിച്ചാൽ ഇവിടെ ഉസൂൽ ഫിഖ്ഹിന് തരീവ് എന്താ പറയേണ്ടത്? ദലാൽ ഫിഖ് ഇജ്മാലിയത്ത് എന്ന് പറഞ്ഞാൽ മതി. എന്ന് പറയേണ്ട ആവശ്യമില്ല. മഅരിഫത്തു ദലാൽ ഇജ്മാലി എന്ന് പറയേണ്ട കാര്യം ഇല്ല. അതുകൊണ്ടാണ് മുസ്ലിം എന്ത് ചെയ്തത്? ദലാൽ ഫിഖ് ഇജ്മാലിയ എന്നുള്ള ആദ്യത്തെ എന്ത് ചെയ്ത് റാജിഹാക്കിയത്, മികച്ച് ഫസ്റ്റ് തരീപ്പെട്ട് അതിനെ പറഞ്ഞു. പിന്നെ കീല ഇങ്ങനെ അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞു ചെയ്തു, അത് രണ്ടാമതായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പം കമാഫി താരിഫി ജമീ മുലമാക്കളുടെ മുഴുവൻ പേരുടെയും താരിഫിലുള്ളതുപോലെ അൽ ഫിഖു ബിൽ ഇൽം, ഫിഖിനെ കുറിച്ചെന്ന് പറഞ്ഞു. ബിൽ ഇൽമി, ഇൽമു കൊണ്ടുള്ള ആണ് ഫിഖ്. ഇൽമു കൊണ്ട് എന്ന് പറഞ്ഞ് താരിഫ് പറഞ്ഞു. ബിൽ ഹക്ക, ഹുക്കുമുകളെ കൊണ്ടുള്ള അറിവിനെ കുറിച്ചാണ് എന്താ പറയുക ഫിഖ് എന്ന് പറയാന്നവർ ഫിഖിന്റെ താരിഫിൽ പറഞ്ഞതുപോലെ എന്ത് പറഞ്ഞില്ല? ലാ നഫ്സുഹ, എന്തല്ല ഈ ഹുക്കുമുകളുടെ നഫ്സല്ല. ഫിഖ് എന്ന് പറഞ്ഞ എന്താണ്? ഹുക്കുമുകളെ കൊണ്ടുള്ള അറിവാണ് ഫിഖ്, എന്തല്ല ഹുക്കുമുകളല്ല ഫിഖ്. ഓക്കെ, ഫിഖ് എന്ന് പറഞ്ഞാൽ അൽ ഹക്കാം നല്ല തരി. ഫിഖ് എന്ന് പറഞ്ഞാൽ അൽ ഇൽമു ബിൽ ഹക്കാം. മനസ്സിലായോ? കാരണം ഈ ഫിഖ് എന്ന വാക്കും അൽ ഇൽമു എന്ന വാക്കും എന്നാണ് അർത്ഥം ചോദിച്ചു വന്നത്. ലാ നഫ്സുഹ, ആ ഹുക്കുമുകളുടെ നഫ്സല്ല, മറിച്ച് എന്താണ്? ആ ഹുക്കുമുകളെ കൊണ്ടുള്ള അറിവാണ് എന്ന് പറഞ്ഞതുപോലെ പറയുകയാണെങ്കിൽ ഉസൂൽ ഫിഖിന്റെ താരീഫിൽ എന്ത് പറഞ്ഞാൽ മതി? ദലാൽ ഫിഖ് ഇജ്മാലിയാന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് അതിനെ മുസന്നിഫ് മികച്ചതാക്കിയത്. ഇതിൽ ഫിഖ്, കാരണം ഫിഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ലുഗത്തൻ ഭാഷാപരമായിട്ട് ഫിഖ് എന്ന് പറയുന്ന ആ വിജ്ഞാനശാഖയുടെ പേരാവുന്ന ഫിഖ് എന്നതിൻ്റെ അർത്ഥം അൽ ഫഹം, മനസ്സിലാക്കുക, ഗ്രഹിക്കുക, അറിയുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ആ നിലയ്ക്ക് അതിൻ്റെ താരീഫ് പറഞ്ഞപ്പോൾ അൽ ഇൽമു ബിൽ ഹക്കാം എന്ന് പറഞ്ഞു. ഇതിനടുത്ത് അൽ ഉസൂലിയു, ഉസൂലിയാവുന്നത്. ഉസൂലി എന്ന് പറയുന്ന ആളാരാണ്? ഉസൂലി എന്ന് വെച്ചാൽ ഉസൂൽ ഫിഖുമായിട്ട് ബന്ധപ്പെട്ട് വ്യാപൃതരായി കഴിയുന്ന ആര്, മനസ്സിലായില്ല? അതിനെന്താ പറയുക? ഉസൂലി എന്ന് പറയും. ഉസൂലിയാവുന്ന അയ്യൽ മർഉ അൽ മൻസൂബ് ഇലൽ ഉസൂലി. ഉസൂലി എന്ന് വെച്ചാൽ അൽ മർഉ ഒരു മനുഷ്യനാണ്, അൽ മൻസൂബു ചേർക്കപ്പെട്ട മനുഷ്യനാണ്, ഇലൽ ഉസൂലി എന്തിലേക്ക്? ഈ ഉസൂൽ ഫിഖ് എന്ന വിജ്ഞാനശാഖയിലേക്ക് ചേർക്കപ്പെട്ട മനുഷ്യൻ. ആള് ഫഖീഹാണെന്നൊക്കെ പറയില്ല നമ്മൾ. ആള് ഫഖീഹാണ്, ആള് വലിയ മന്ദിക്കിയാണ്, മനസ്സിലായില്ലേ? ആള് അങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ ഓരോരുത്തരെ പറ്റി പറയുമല്ലോ. അപ്പം ആ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അതുമായി ബന്ധപ്പെട്ട് ഇടപഴകി നല്ല പരിജ്ഞാനമുള്ള അവഗാഹമുള്ള ഒരു നിപുണനാണെന്നർത്ഥം, മനസ്സിലായില്ലേ? എന്നതുപോലെ ഉസൂലി എന്ന് പറഞ്ഞാൽ അയ്യൽ മറു, അതൊരു മനുഷ്യനാണ്. അൽ മൻസൂബ് ചേർക്കപ്പെട്ട മനുഷ്യനാണ് ഉസൂലി. ഇതിലേക്ക് ഉസൂലിലേക്ക് ചേർക്കാം. ഉസൂലിയിലെ എന്താ? നിസ്ബടയാണ്, ചേർക്കപ്പെട്ട ഉസൂലിലേക്ക് ചേർക്കപ്പെട്ടതാണ്. അതാണ് മൻസൂബിലെ ഉസൂലി. അയ്യൽ മുത്തലബിസു ബി, ചേർക്കപ്പെട്ടെന്ന് ചേർത്തം എന്താ? ഉസൂൽ ഫിഖിന് ഹൃദയത്തിൽ ഇങ്ങനെ ചോദിച്ചു പറഞ്ഞ ഉദ്ദേശമല്ല, പക്ഷേ അൽ മുത്തലബിസു ബി അതെന്താ? ഉസൂൽ ഫിഖുമായി കൂടിക്കഴിയുന്ന, ഇടപെട്ട് കഴിയുന്ന ആളുകൾ, മനസ്സിലായില്ലേ? ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അവൻ്റെ ജീവിതം അധികം ഇരിക്കും ഓട്ടോറിക്ഷയിലായിരിക്കും. ജീപ്പ് ഡ്രൈവറാന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അധികം സമയം ഇരിക്കും ജീപ്പിൽ വണ്ടി ഓടിക്കുകയും, മനസ്സിലായില്ലേ? പിന്നെ അങ്ങനെ ഓരോ അർത്ഥം. ഇപ്പോൾ കർഷകനാന്ന് പറഞ്ഞാൽ അതിന് അധിക സമയം എന്തായിരിക്കും? കൃഷി പ്രവൃത്തിയിലേക്ക് ഏർപ്പെടും. അപ്പോൾ ഉസൂലി എന്ന് പറഞ്ഞാൽ എന്താ? ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സിംഹഭാഗം എന്നാണ് അദ്ദേഹം ഉസൂലിൻ്റെ അക്കാമുകളും വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന് കഴിയുന്ന ഒരു വ്യക്തിയാണ്. ആ ഉസൂലിയാവുന്ന അയ്യാൽ മുത്തലബിസു ബിഹി, അതുകൊണ്ട് കൂടിക്കഴിയുന്നതാണ്. ആ ഉസൂലി എന്ന് വെച്ചാൽ അതിൻ്റെ താരീഫ് കൂടെ ആര് പറയാണ്? മുസ്ലിം പറയാണ്. ഉസൂൽ ഫിഖിൻ്റെ താരീഫ് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം എന്താണ് ഉസൂലിയുടെ താരീഫ് കൊണ്ട് പറയാം. അൽ അൽ ഉസൂലി, ഉസൂലിയാവുന്ന അൽ ആരിഫു ബിഹി, ആരാണ്? ഈ ദലാൽ ഫിഖ് ഇജ്മാലിയെ കുറിച്ച് അറിയുന്നയാളാണ്, മനസ്സിലായില്ല? അത് അറിയുന്ന ആളാണ് അൽ ആരിഫു ബിഹ, അതുകൊണ്ട് അറിയുന്നയാളാണ്. ഐ ബി ദലാൽ ഫിഖ് ഇജ്മാലിയത്തി, ബിഹാദ് ഉദ്ദേശിക്കുന്നത് എന്താ? ഫിഖിൻ്റെ ഇജ്മാലിയായ പൊതുവായ തെളിവുകളെ സംബന്ധിച്ച് അറിയുന്ന ആൾക്കാണെന്ന് പറയാ ഉസൂലി എന്ന് പറയാം. അത് മാത്രം അറിഞ്ഞാൽ പോരാ, അത് മാത്രം അറിഞ്ഞാൽ പോരാ. അബി തുർക്കിസ്തിഫാദത്തിഹ, അവയെ പ്രയോജനപ്പെടുത്തിയെടുക്കുന്ന മാർഗങ്ങളെക്കുറിച്ചും അയാൾക്ക് എന്ത് ചെയ്യണം? അറിയാം. നമ്മൾ പറഞ്ഞില്ലേ, ജംബുൽ ജവാമി 7 കിതാബുകളിലും ഹസനാന്ന് പറഞ്ഞില്ലേ നമ്മൾ? തെളിവുകൾ തമ്മിൽ പരസ്പരം എതിരാകുമ്പോൾ ഏതിനാ കൂടുതൽ പവർ, ഏതിനാ പവർ കുറവ്, മനസ്സിലായില്ലേ? അത് ഇതിനേക്കാളും മേലാണ്, ഇത് ഇതിനേക്കാളും താഴെയാണ്, അതിങ്ങനെ വന്നാൽ അത് അങ്ങനെ വന്നാൽ അങ്ങനെയല്ലോ. ആ വിഷയത്തെ സംബന്ധിച്ചായ കുലങ്കഷമായൊരു അറിവും കൂടി ആ തരീഖുകളെ സംബന്ധിച്ച് ആർക്ക് അറിവ് വേണം? ഉസൂലിക്ക്. എനിക്ക് ഉസൂൽ ഫിഖിൻ്റെ എല്ലാം തെളിവുകൾ എൻ്റെ ഇടയിലുണ്ട്, അതെല്ലാം ബൈഹാർട്ടാക്കേണ്ട ഒട്ടെന്ന പൂച്ച അറിവില്ല, ഉസൂലിയാണ്. ഇതിലല്ല പറയാം. അബി തുർക്കിസ്തിഫാദത്തിഹ, അതിനെ പ്രയോജനപ്പെടുത്തിയെടുക്കുന്ന മാർഗങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിവുള്ളയാളാണ്.
ഇനി ഉദ്ദേശിക്കുന്നത് അൽ മുറജ്ജിഹാത്തിൽ മദ്കൂറത്തി. എന്താ ഈ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇനി മുസ്ലിം റഹ്മത്തുള്ളാഹി തആല ഉദ്ദേശിക്കുന്നത് അൽ മുറജ്ജിഹാത്തിൽ മദ്കൂറത്തി. എങ്ങനെയുള്ള മുറജ്ജിഹാത്താണ്? അൽ മദ്കൂറത്ത പരാമർശിക്കപ്പെടുന്നത് കേട്ടോ. മുറജ്ജിഹാത്ത അൽ മുറജ്ജിഹാത്തിൽ മദ്കൂറത്ത മുഅ്ലമുഹ, അതിൽ മുഅ്ലമിനെ എന്ത് ചെയ്യുന്നു? പരാമർശിക്കപ്പെടുന്നു ഫിൽ കിതാബിൽ സാദിസ്, അവിടെ 6-ാം കിതാബ്. ജമുൽ ജാമിൻ്റെ 7 കിതാബുകളുടെ കൂട്ടത്തിൽ, 7 ചാപ്റ്ററുകളുടെ കൂട്ടത്തിൽ 6-ാമത്തെ ചാപ്റ്ററിൽ ഇതിനെപ്പറ്റി എന്ത് ചെയ്യുന്നു? പരാമർശിക്കുന്നു. എന്താണ് തുർക്കു സിഫാത്ത് പറഞ്ഞ മുറജ്ജിഹ? ഞാൻ പറഞ്ഞില്ലേ, മികവ് നൽകുന്ന ഘടകങ്ങൾ, മികവ് നൽകുന്ന ഘടകങ്ങൾ. തെളിവുകൾ, ഒരുപാട് തെളിവുകൾ. മനസ്സിലായില്ലേ? തഹജ്ജുദ് നിസ്കാരം എത്ര റക്അത്ത്? അത് കണിശമായ റക്അത്താണോ? അത് അൺലിമിറ്റഡ് ആണോ? മനസ്സിലായില്ലേ? അത് എത്ര കുറഞ്ഞത് എത്ര? മനസ്സിലായില്ലേ? അത് സംബന്ധമായി നോക്കുമ്പോൾ ഒത്തിരി ഹദീസുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആയത്തുകൾ. അപ്പോൾ തഹജ്ജുദിൻ്റെ എണ്ണം പറയണം, ഏറ്റവും ഷോർട്ട് എണ്ണം പറയണം, ടോപ്പ് എണ്ണം പറയണം, ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണെന്ന് പറയണം, വക്കത്ത് പറയണം, ഏറ്റവും അഫ്ളലായ വക്കത്ത് പറയണം. അതിനെപ്പറ്റിയുള്ള ഇങ്ങനെ തപ്പിച്ചെടുക്കും. ഇങ്ങനെ കിടന്ന ഭക്ഷണം കഴിക്കുമ്പോഴും കുളിക്കുമ്പോഴൊക്കെ ആ ചിന്തയായിരിക്കും അവർക്ക്. മനസ്സിലായില്ല, ഇത് ഏതിനാണ് മികവ് എന്നുള്ള. ആ സഹാബി സൂപ്പറാണ്, ഈ സഹാബി അത്രയും ബന്ധം അറിയില്ല റസൂലിനോടില്ല, അങ്ങനെയൊക്കെ നോക്കുവര്. മനസ്സിലായില്ല? സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സനദിൻ്റെ ഉസ്താദന്മാർ കുറേ കൂടി മഹത്തുക്കളാണ്. മനസ്സിലായില്ലേ? അവർക്ക് കൂടെ അവഗാഹം കൂടുതൽ, ഇവർക്ക് അത്ര അവഗാഹം ഇല്ല. മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാം ഓരോ ഭാഷകൾ നോക്കിയിട്ട് ഈ വന്നിരിക്കുന്ന വിഷയങ്ങളോടത്തിൽ ഇന്നും മികവുണ്ട്, അത്രയും മികവ് ഇതിനില്ല. മനസ്സിലായില്ലേ? ആദ്യം എടുത്തിട്ട് ഈ മികവുള്ള ഹദീസുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അഫ്ളലായ സമയം തഹജ്ജുദിൻ്റെ ഇതാണ്, ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കുറഞ്ഞ റക്അത്ത് ഇതാണ്, അത് അൺലിമിറ്റഡ് ആണ്. മനസ്സിലായി? എന്നാൽ തീരുമാനത്തിലേക്ക്. അപ്പോൾ അതിന് ഇസ്തിഫാഅത്തിൻ്റെ, ഇതിന് മികവിൻ്റെ വഴികളെ പരസ്പരം പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യമായി തോന്നുമ്പോൾ ഇവയിൽ മികവുള്ളത് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ആ വഴിയും ആ സൂത്രവിദ്യയും ആർക്കറിയണം? ഉസൂലിക്കറിയണം. ഓക്കെ. അപ്പോൾ തുർക്കി ഇസ്തിഫാഅത്തിഹ ഇനി അൽ മുറജ്ജിഹാത്തി, മുറജ്ജിഹാത്തിനെ കുറിച്ച് എന്ത് ചെയ്യണം? ഈ ഉസൂലി അറിയണം. അതാണ് മുസ്ലിം ഉദ്ദേശിക്കുന്നത്. അൽ മദ്കൂറത്ത്, അത് പരാമർശിക്കപ്പെടുന്ന മോളമുഹ, അത് മുഴുവനുമല്ല, അതിൽ സിംഹഭാവം. മനസ്സിലായില്ല? മുറജ്ജിഹാത്ത് സിംഹഭാവം പരാമർശിക്കപ്പെടുന്നു ഫിൽ കിതാബിൽ സാദിസ്, എവിടെ? 6-ാം കിതാബിൽ പരാമർശിക്കപ്പെടുന്നു കേട്ടോ. പിന്നെ അബി തുർക്കി മുസ്തഫീദിഹ, പിന്നെന്ത് പറയണം? അബി തുർക്കി മുസ്തഫീദിഹ, ഇതിനെ പ്രയോജനപ്പെടുത്തിയെടുക്കുന്ന ആളുടെ വഴികളെക്കുറിച്ചും ആരറിയണം? ഈ ഉസൂലി അറിയണം. പ്രയോജനപ്പെടുത്തിയെടുക്കുന്ന വഴികൾ, മനസ്സിലായില്ലേ? പ്രയോജനപ്പെടുത്തിയെടുക്കാൻ യോഗ്യതയുള്ള മനുഷ്യൻ, ഒരു വ്യക്തി, ആ വ്യക്തി സാധാരണക്കാരനല്ല. മനസ്സിലായില്ലേ? ആ വ്യക്തിക്കുണ്ടാവുന്ന ക്വാളിറ്റി എന്താണ്? എന്ത് ക്വാളിറ്റികൾ വേണം? അതാണ് തുർക്കുൽ മുസ്തഫീദ്. മനസ്സിലായില്ലേ? ആ മുസ്തഫീദിൻ്റെ വഴികളെ സംബന്ധിച്ചും ആർക്കറിയണം? ഉസൂലിക്ക് അറിയണം. അതിന് ഉദ്ദേശിക്കുന്നത് സിഫാത്തിൽ മുജ്തഹിദ്. എന്താ ഉദ്ദേശിക്കുന്നത്? ഈ മുസ്തഫീദിൻ്റെ വഴി ഉദ്ദേശിക്കുന്നത് എന്താ? മുജ്തഹിദിൻ്റെ സിഫത്തുകളാണ്. അറബി ഭാഷാജ്ഞാനം, മനസ്സിലായില്ലേ? അങ്ങനെ അതുപോലെ തന്നെ ഹദീസിനെ പറ്റിയുള്ള ജ്ഞാനം, പിന്നെ തഫ്സീറിനെ പറ്റിയുള്ള ജ്ഞാനം, അറബ് ലോകത്തെ പറ്റിയുള്ള ജ്ഞാനം, മനസ്സിലായില്ലേ? ഇസ്ലാമികമായ നല്ല ദിഷണാബോധം, അങ്ങനെ കുറേ ക്വാളിറ്റികൾ ആർക്ക് പറയുന്നുണ്ട്? ഒരു മുജ്തഹിദിന് പറയുന്നുണ്ട്. ആ ആ ആ സ്റ്റാൻഡിലേക്ക്, ആ സ്റ്റെപ്പിലേക്ക്, ആ ദർജയിലേക്ക് കയറിയേക്കാറാൻ പറ്റുള്ളൂ മുജ്തഹിദാൻ പറ്റും. ആ മുജ്തഹിദിന് വേണ്ടതായ സിഫാത്ത്, ക്വാളിറ്റികൾ, അതിനെക്കുറിച്ച് ആർക്കറിയണം? ഉസൂലിക്ക് അറിയണം. ഈ ഉസൂലിക്ക് അറിയണം എന്ന് പറയുമ്പോൾ അവിടെ വേറെ വിഷയമുണ്ട്. ആ അൽ മദ്കൂറത്ത് ഈ സിഫത്തുകളെ പറയപ്പെടുന്നു ഫിൽ കിതാബി സായി, കിതാബി സാബി ഇവിടെ പറയപ്പെടുന്നു. 7-ാമത്തെ കിതാബിൽ ജമുൽ ജവാമിന് 7-ാമത്തെ ചാപ്റ്ററിൽ അത് പറയുന്നു. അപ്പോൾ യുഅബ്ബറു അൻഹ, ഈ തുർക്കി മുസ്തഫീദിനെ കുറിച്ച് പദപ്രയോഗം നടത്തപ്പെടും. അതിനെന്താണ്? ഇബാറത്തിടപ്പെടും. എന്താണ്? ഷുറൂത്തിൽ ഇജ്തിഹാദി എന്നീ വാർത്തയിടപ്പെടും. ഷുറൂത്തുൽ ഇജ്തിഹാദ്, ഇജ്തിഹാദിൻ്റെ ഷർത്തുകൾ കേട്ടോ. ഗവേഷണം നടത്തുന്നതിന് യോഗ്യത നേടുന്ന ഷർത്തുകൾ എന്നാണ് സാധാരണ പറയാറുണ്ട്, ഷുറൂത്തുൽ ഇജ്തിഹാദ്. അതിനെക്കുറിച്ചും ആർക്കറിയണം? ഉസൂലിക്കറിയണം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു എന്നറിയാം. ഈ മുറജ്ജിഹാത്തിൻ്റെ വഴികൾ എന്ന് പറഞ്ഞില്ലേ, മുറജ്ജിഹാത്ത് എന്ന് പറഞ്ഞില്ലേ, ഈ പ്രയോജനപ്പെടുത്തിയെടുക്കുന്ന വഴികൾ എന്ന് പറഞ്ഞല്ലോ, ആ വഴികൾ അറിയണം. പിന്നെ ആരാണ്? പ്രയോജനപ്പെടുത്തിയെടുക്കുന്ന ആളുടെ വഴി അറിയണം എന്ന് പറയും. ഈ ആളുടെ വഴി അറിയണം എന്ന് വെച്ചാൽ ആ ആളുടെ വഴി അറിയണം എന്നുള്ള ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്ന് വെച്ചാൽ വഴി അറിയലല്ല, മറിച്ച് ആ മുസ്തഫീദിൻ്റെ സിഫത്തുകൾ ആ വ്യക്തിക്ക് ഉണ്ടാവണം. മനസ്സിലായോ? ഇപ്പോൾ മുജ്തഹിദിൻ്റെ സിഫത്തുകൾ നമുക്കും അറിയാൻ പറ്റും.
ഇനി പഠിച്ചേ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 14 സുഹൃത്തുക്കൾ കുറേ എണ്ണി പറഞ്ഞ് പഠിച്ചു. മനസ്സിലായോ? പഠിച്ചു. പഠിക്കില്ലേ? പഠിക്കും. പ്രയാസമല്ല. നമ്മൾ ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം, പൊതുവിൻ്റെ പുറത്തും ചെറുത്തും നിസ്കാരം നിർത്തും പുറത്തും പഠിച്ചവരല്ലേ? അപ്പോൾ ഇത് നമുക്ക് പഠിക്കാം. പക്ഷെ ആ ആളാരാവില്ല, ഈ പറയപ്പെട്ട ആളാവില്ല. തിരിഞ്ഞാ ഇവിടെ മുസ്തഫീദിൻ്റെ വഴികൾ അറിയാൻ ഉദ്ദേശിക്കുന്നത് എന്താ? മുസ്തഫീദിൻ്റെ സിഫത്ത്, ക്വാളിറ്റി ആ വ്യക്തിക്ക് ഉണ്ടാവണം. ആളാരാവണം? മുജ്തഹിദാവണം. അപ്പോൾ ഉസൂലി ആരാവുള്ളൂ? ഉസൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആയിന് എന്താകാൻ പറ്റില്ല, ഉസൂലി ആകാൻ പറ്റില്ല. ഇസ്തിഫാഹത്തിൻ്റെ വഴികൾ അറിയണം, മുസ്തഫീദിൻ്റെ വഴികളും അറിയണം എന്ന് വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റി അയാളെ ബേസ് ചെയ്യുന്ന ആളാവും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ആൾക്കാർ ഉസൂലി എന്ത് ചെയ്യണം ആകാവുള്ളൂ. അങ്ങനെ ഫഖീലും ഉണ്ട്. ഫഖീഹ് എന്ന് പറഞ്ഞാൽ സാങ്കേതിക അർത്ഥത്തിൽ ഫഖീഹാണ് ആരാവണം? മുജ്തഹിദാവണം. അപ്പോൾ നമ്മളെ പരിചയപ്പെടേണ്ട ഉസ്താദിനെ പറ്റി കണ്ടുമ്പോൾ പറയും, അല്ല ആരെ കാര്യപ്പെട്ട ഉസ്താദ് നല്ല ഫഖീഹാന്ന് പറയും. അല്ല പുലർത്താവുള്ളൂ. അതിനെന്തർത്ഥമുള്ളൂ? ലഫ്ലർത്ഥം. എന്തർത്ഥമില്ല? സാങ്കേതികാർത്ഥമില്ല. മനസ്സിലായില്ലേ? നമ്മൾ ശരിക്കും സാങ്കേതികാർത്ഥത്തിൽ ആരാവൂല? ഫഖീഹാവൂല. സാങ്കേതികാർത്ഥത്തിൽ ഫഖീഹാണ് ആരാവണം? മുജ്തഹിദാണ്. മനസ്സിലായില്ലേ? ഒന്നൊരിക്കലും മൊത്തത്തിലുള്ള മുജ്തഹിദ് അല്ലെങ്കിൽ ആ മദ്ഹബിൻ്റെ ഉള്ളിലെ ഒരു മുജ്തഹിദെങ്കിലും. മനസ്സിലായില്ലേ? മറിക്കും. ഇസ്ലാം